മലയാള സിനിമയിൽ വ്യത്യസ്തമായ ഒരു പരീക്ഷണവുമായി സംവിധായകനായ അരങ്ങേറ്റം കുറിക്കുന്ന സംഗീത സംവിധായകൻ രതീഷ് വേഗയുടെ ഓപ്പറേഷൻ ത്രാൽ ചിത്രീകരണം പൂർത്തിയായി. ജയസൂര്യയെ നായകനാക്കി ഒരുങ്ങുന്ന ഈ ചിത്രം ഒരു ഹൈ വോൾട്ടേജ് ത്രില്ലറായാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. 5 ഭാഷകളിലായി പാൻ ഇന്ത്യൻ തലത്തിൽ ചിത്രം അവതരിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം. ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജാണ് ചിത്രം നിർമ്മിക്കുന്നത്. സംഗീത സംവിധായകനിൽ നിന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായുള്ള രതീഷ് വേഗയുടെ യാത്രയാണ് ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത. തൃശൂർ പൂരം എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് സംവിധാന രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ ചുവടുവയ്പ്പിന് തുടക്കമായത്. ഇപ്പോൾ ദേശീയ സുരക്ഷയും കാശ്മീരിലെ ഭീകരവാദവും പ്രമേയമാക്കി വലിയ ക്യാൻവാസിൽ ഒരു ആക്ഷൻ ത്രില്ലറുമായാണ് രതീഷ് വേഗ സംവിധായകനായി എത്തുന്നത്. ജമ്മു കാശ്മീരിലെ ത്രാളിൽ ഇന്ത്യൻ സൈന്യവും തീവ്രവാദികളും തമ്മിൽ നടന്ന ശ്രദ്ധേയമായ ഏറ്റുമുട്ടലിനാണ് ചിത്രത്തിന്റെ കഥയുടെ പ്രധാന പശ്ചാത്തലം. ലോകത്തെ ഞെട്ടിച്ച കാശ്മീരിലെ ഭീകരമായ കോൺവോയ് ആക്രമണവും അതിനു പിന്നാലെ നടക്കുന്ന രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുമാണ് കഥയുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നത്. ദേശീയ സുരക്ഷയെ കേന്ദ്രമാക്കി ഒരുക്കുന്ന ചിത്രം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പ്രമേയം കൈകാര്യം ചെയ്യുന്നതായാണ് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കുന്നത്. ചിത്രത്തിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉദ്യോഗസ്ഥനായ ഹർഷവർദ്ധൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെയാണ് ജയസൂര്യ അവതരിപ്പിക്കുന്നത്. തന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ആവേശകരവും വെല്ലുവിളി നിറഞ്ഞതുമായ നിമിഷങ്ങളിലൊന്നാണ് ഓപ്പറേഷൻ ത്രാൾ എന്ന് ജയസൂര്യ പറയുന്നു. ഹൈ ഒക്ടേൻ ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുന്ന ചിത്രത്തിന്റെ ക്യാൻവാസ് വളരെ വലുതാണെന്നും ആ അനുഭവം പ്രേക്ഷകർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയുമെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ജയസൂര്യയ്ക്ക് പുറമെ സായ് കുമാർ, സിദ്ദിഖ്, അൻസൺ പോൾ, നന്ദു തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങളും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. ബോളിവുഡ് താരങ്ങളായ ഋത്തിക് സിംഗ്, വിനയ് റായ്, അമേര ദസ്തൂർ എന്നിവരും ചിത്രത്തിന്റെ ഭാഗമാണ്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ നിന്നുള്ള നിരവധി താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യൻ റിലീസിന് അനുയോജ്യമായ വലിയ താരനിരയാണ് ചിത്രത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത് സംവിധായകൻ രതീഷ് വേഗ് തന്നെയാണ്. നജോസ് ഛായാഗ്രഹണം നിർവഹിക്കുമ്പോൾ ഷഫീഖ് VB ആണ് എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനർ സജീസ് താമരശ്ശേരിയും കലാസംവിധായകൻ സുനീഷ് സോദരനും ചിത്രത്തിന്റെ ദൃശ്യലോകം ഒരുക്കുന്നു. കോസ്റ്റ്യൂം ഡിസൈനർ സമീറ സനീഷും സരിത ജയസൂര്യയും നിർവഹിക്കുന്നു. ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായി ഉല്ലാസ് കൃഷ്ണൻ പ്രവർത്തിക്കുന്നു. തുനുമോൾ ജോബിയാണ് കോ-പ്രൊഡ്യൂസർ. നോബിൾ ജേക്കബ് ആണ് പ്രോജക്ട് ഡിസൈനർ നിർവഹിക്കുന്നത്. സൗണ്ട് മിക്സിംഗ് MR രാജകൃഷ്ണനും സൗണ്ട് ഡിസൈനർ വിക്കിയും നിർവഹിക്കുന്നു. സ്റ്റിൽസ് ഫോട്ടോഗ്രാഫി ജാൻ ജോസഫ് ജോർജും പബ്ലിസിറ്റി ഡിസൈൻ 10 പോയിന്റ് മീഡിയയും കൈകാര്യം ചെയ്യുന്നു. പ്രൊഡക്ഷൻ കൺട്രോളർ ഇക്ബാൽ പാനായിക്കുളമാണ്. വാഴൂർ ജോസും ആതിര ദിൽജിത്തും പബ്ലിക് റിലേഷൻ നിർവഹിക്കുമ്പോൾ സ്റ്റോറീസ് സോഷ്യലിസ്റ്റ് ബാനറിൽ ഡോക്ടർ സംഗീത ജനചന്ദ്രനാണ് മാർക്കറ്റിംഗ് വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ഓരോ വിഭാഗത്തിലും പരിചയസമ്പന്നരായ അണിയറ പ്രവർത്തകരുടെ സാന്നിധ്യമാണ് കാണുന്നത്. പാലക്കാട്, കൊടൈക്കനാൽ, ജമ്മു കാശ്മീർ, കുളു, മണാലി തുടങ്ങിയ വിവിധ ലൊക്കേഷനുകളിലായി ഏകദേശം 100 ദിവസത്തോളം നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിലാണ് ഓപ്പറേഷൻ ത്രാൾ പാക്കപ്പ് ചെയ്തത്. വലിയ മുതൽ മുടക്കിലും വിശാലമായ ക്യാൻവാസിലും ഒരുക്കിയ ചിത്രം 5 ഭാഷകളിൽ പാൻ ഇന്ത്യൻ തലത്തിൽ എത്തുമ്പോൾ ദേശീയ സുരക്ഷയെ ആസ്പദമാക്കിയുള്ള ശക്തമായ കഥയും ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകരിൽ വലിയ പ്രതീക്ഷയാണ് സൃഷ്ടിക്കുന്നത്. ഒരു സംഗീത സംവിധായകൻ സംവിധായകന്റെ കുപ്പായമണിഞ്ഞ് ഒരുക്കുന്ന ആദ്യ ചിത്രമെന്ന പ്രത്യേകതയ്ക്കൊപ്പം ജയസൂര്യയുടെ വ്യത്യസ്തമായ കഥാപാത്രവും കാശ്മീർ പശ്ചാത്തലത്തിലുള്ള ത്രില്ലർ കഥയും ഓപ്പറേഷൻ ത്രാലിനെ ശ്രദ്ധേയമാക്കുന്നു. ചിത്രീകരണം പൂർത്തിയായതോടെ ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് സിനിമ. വലിയ ക്യാൻവാസിൽ ദേശീയ സുരക്ഷയുടെ കഥ പറയുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്ന ആകാംക്ഷയിലാണ് സിനിമാ ലോകം.